ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നഅഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിലില്ലാഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് وأشهد أن محمدًا عبده ورسوله. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم إنك أنت الأحد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. Respected CEO Al-Hafiz Irshad Muallim, respected management members of the Virtue Online Institute, our distinguished chief guest Al-Hafiz Muawiz Az-Za'im Ahmed, my beloved Fasila Muallima, Assistant Head of Nadratul Quran Shabana Muallima, respected HODs and Assistant HODs, other staff members of the Virtue Online Institute, Virtuous Principal Arifa Ma'am, Nadratul Quran teachers, dear parents and my dearest students. Assalamu alaikum wa rahmatullahi wa barakatuh. Allahumma lakal hamd, Allahumma lakal hamd. സുബ്ഹാനല്ലാഹ്, ഒരു മഹനീയ സദസ്സിലാണ് നമ്മളിപ്പോൾ ഒത്തുചേർന്നിട്ടുള്ളത്. നാദ്രത്തുൽ ഖുർആൻ 5th ബാച്ചിലെ 149 കുരുന്നുകളാണ് അവരുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്, 3 വയസ്സ് മുതലുള്ള കുട്ടികൾ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ തജ്വീദോടെ ഖുർആൻ പാരായണ ശാസ്ത്രമനുസരിച്ച് പാരായണം ചെയ്യാൻ അവർ പഠിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഡിയർ പാരൻസ്, ഇത് നിങ്ങളുടെയും കൂടി വിജയത്തിൻ്റെ ഒരു സുദിനമാണ്. സുബ്ഹാനല്ലാഹ്, ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കഠിനാധ്വാനമാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ്. നിങ്ങൾക്കും കൺഗ്രാജുലേഷൻസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. Congratulations to Nadratul Quran 5th batch, all the teachers and assistant head of Nadratul Quran Shabana Muallima. ഇത് ശരിക്കും പാരൻസിനെ പോലെ തന്നെ ടീച്ചേഴ്സിനും അവരുടെ ഒരുപാട് ഡെഡിക്കേഷൻ അതിലുണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്. ഈ ഓരോ സ്റ്റുഡൻസും ഗ്രാജുവേറ്റ്സ് ആകുമ്പോൾ പാരൻസിനെ പോലെ തന്നെ അവർക്കും ഇതൊരു കൺകുളിർമയാണ്. Congratulations to all the teachers. May Allah make these kids a sadaqatun jariyah for you all. Ameen. ഈ ഒരു സന്തോഷവേളയിൽ ഒരു വലിയൊരു റിമൈൻഡറും കൂടെ എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും ഇവിടെ കൂടിയിട്ടുള്ള രക്ഷിതാക്കളോട് പറയാനുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. സുബ്ഹാനല്ലാഹ്, നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മൾ കേട്ട് നമുക്ക് എപ്പോഴും അറിയാം എന്താണ് ഖുർആൻ പാരായണം നിരന്തരമായി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ നമ്മുടെ ഈ മക്കൾ ഖുർആൻ നോക്കി ഓതാൻ പഠിച്ചു. ഇനി ഇതുമായിട്ടുള്ള നിരന്തര ബന്ധം വേണം. അവരുടെ റബ്ബ് ആരാണെന്നുള്ളത് അവർ ഖുർആൻ വായിക്കുന്നതോറും അവർ പഠിക്കും, ഖുർആൻ ഓതുന്തോറും അവർ പഠിക്കും. അവരുടെ റബ്ബുമായി അവർക്കൊരു ഭയങ്കരമായിട്ടൊരു കണക്ഷൻ വരണം. അപ്പോഴാണ് ഈ കുട്ടികൾ തഖ്വയുള്ള മക്കളാകുക. അതിനുവേണ്ടി പാരൻസ് നമ്മൾ ആഗ്രഹിക്കൽ മാത്രമല്ല എൻ്റെ കുട്ടി സ്വാലിഹായിട്ടുള്ള കുട്ടി ആകണമെന്നുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഫസില മാം സംസാരിച്ച പോലെ മുഅവ്വിസ് എന്ന് പറയുന്ന ഒരു മകന് വേണ്ടി അവരെടുത്ത ഹാർഡ് വർക്ക്സ് അവരവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. സുബ്ഹാനല്ലാഹ്, അതേപോലെ ഓരോ ഉമ്മയും ഓരോ ഉപ്പയും നമ്മുടെ മക്കൾ സ്വാലിഹാകണം എന്നുള്ളത് നമ്മൾ ദുആ ചെയ്യുകയും ആഗ്രഹിക്കുകയും മാത്രമല്ല, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും വേണം. നമ്മളവരെ വളർത്തുമ്പോൾ സാന്ദർഭികമായിട്ട് അള്ളാഹുവിനെക്കുറിച്ച് നമ്മളെപ്പോഴും ഓർമ്മിപ്പിച്ചു കൊടുക്കണം. അവരെ ഫീഡ് ചെയ്യുമ്പോഴും അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും അവരെ ഉറക്കുമ്പോഴും നബിമാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം. ഖുർആൻ എന്താണെന്നുള്ളത്, അള്ളയാണ് അവരുടെ റബ്ബ്. അള്ളാഹ്, ഹീ ഈസ് ദി ക്രിയേറ്റഡ്, ഹീ ഈസ് ദി നറിഷർ, ഹീ ഈസ് ദി ചെറിഷർ, ഹീ ഈസ് ദി സസ്റ്റെയിനർ. ഇതെല്ലാം അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയണം. അവർക്ക് അള്ളാഹ് എന്നും പറഞ്ഞ് മുഴുവനാക്കാൻ പറ്റാതെ അതിനു മുമ്പ് തന്നെ കണ്ണിൽ വെള്ളം നിറയുന്നൊരവസ്ഥ ഉണ്ടായിരിക്കണം. ഈ ഒരു കാര്യം ഇത് പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പാരൻസ് എന്ന് പറയുന്ന സമയത്ത് മക്കളോട് നമ്മൾ കൽപ്പിക്കുകയും അല്ലെങ്കിൽ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയും മറ്റും ചെയ്ത് പക്ഷേ അതിനൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു മാതൃകയായി ഒരിക്കലും പാരൻസ് മാറുകയും ചെയ്യാൻ പാടില്ല. നമ്മൾ നമസ്കരിക്കുന്നവരാണ്, നമ്മൾ ഖുർആൻ ഓതുന്നത് മക്കൾ കാണണം. കാരണം നമ്മളുടെ പറയുന്നതിനേക്കാൾ
കുട്ടികൾ എടുക്കുക, നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത് അതാണ്. തീർച്ചയായിട്ടും റബ്ബിനോട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു കുട്ടി, ആ കുട്ടിയുടെ നമസ്കാരം പ്രോപ്പറായിരിക്കും. നമ്മൾ ഓർക്കുക, നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടത് നമസ്കരിക്കുന്ന ഒരു കുഞ്ഞിനെയാണോ നമ്മൾക്ക് വേണ്ടത്, നമസ്കരിക്കാത്തൊരു കുഞ്ഞിനെയാണോ? ആണെങ്കിൽ നമുക്കവിടെ എഫേർട്ടുകൾ ആവശ്യമുണ്ട്. നമ്മൾ ദുആ ചെയ്യണം, നമ്മൾ മാതൃകകളായിട്ട് അവർക്ക് അത് കാണിച്ചു കൊടുക്കണം. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും സൂറ അൻകബൂത്തിലൊരായത്താണ് ഞാനിപ്പോൾ പറഞ്ഞത്. തീർച്ചയായിട്ടും നമസ്കാരം അവരെ ഷെയിംഫുള്ളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും അവരെ മാറ്റി നിർത്തും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഖുർആനിൽ നിസ്കാരത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രൊട്ടക്റ്റ് യുവർ സല എന്നാണ്, ഗാർഡ് യുവർ സല. നമ്മൾ നമസ്കാരത്തെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ തീർച്ചയായും നമസ്കാരം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമുക്ക് പിന്നെ നമുക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് ഹറാമായത് കാണാൻ പറ്റില്ല, ഹറാമായത് നമുക്ക് കേൾക്കാൻ പറ്റില്ല, ഹറാമായിട്ടുള്ള ഒരു ബന്ധങ്ങളിലേക്കും നമ്മൾ പോകില്ല. നമ്മൾ മറിച്ച് ഈ കുട്ടികളെ ശരിക്കും ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയാറുണ്ട്, ഒരു ക്ലേ പോലെയാണ്, കളിമണ്ണ് പോലെയാണ്. ഇവരുടെ ഈ ഒരു ടെൻഡർ ഏജിൽ, ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിലൊന്നുമില്ല. അള്ളാഹു എംറ്റി ആയിട്ടാണ് നമുക്ക് തന്നത്. നമ്മളിൽ നിന്നാണ് അവർ ഓരോ കാര്യങ്ങളും പഠിച്ച് അവർ വലുതാകുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അവരുടെ മനസ്സിൽ കൊടുക്കുന്നത് മോറൽ വാല്യൂസും നല്ല ക്യാരക്ടറും ഈമാനും നബിമാരുടെ കഥകളും ചരിത്രങ്ങളും നമ്മളും അത് കാണിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ അതായിരിക്കും അവർ. നമ്മളൊരു കളിമണ്ണ് കൊണ്ട് ഒരു പാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെസൽ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഇതല്ലായിരുന്നു ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അതിനെ തിരുത്തി അത് പൊട്ടിപ്പോകും, നമ്മളതിനെ റീഷേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ. ഇതേപോലെയാണ് നമ്മുടെ മക്കൾ. നമ്മൾക്ക് എന്താണോ വേണ്ടത്, സ്വാലിഹായിട്ടുള്ള മക്കളാണോ വേണ്ടത്, നമ്മൾ അവർക്ക് ഖുർആനും സുന്നത്തും കൊടുക്കണം, ഖുർആനും സുന്നത്തും കൊടുക്കണം. അൽ ഹക്കീമായിട്ടുള്ള അള്ളാഹുവിൻ്റെ വഹിയാണ് ഖുർആനും സുന്നത്തും. സുബ്ഹാനല്ലാഹ്. ഈ ഒരു വഹി ഇറങ്ങുന്ന സമയത്ത് നമ്മളെല്ലാവരും പറയും നമുക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹു സുബ്ഹാനഹു തആലയാണ്, അത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ചോദിച്ചു നോക്കണം, നമ്മുടെ റബ്ബിനെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ആണെങ്കിൽ നമുക്ക് നമസ്കാരത്തിൻ്റെ ഭാഗം കൊടുക്കുന്ന സമയത്ത് നമുക്ക് മടി ഉണ്ടാവില്ല. നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആളുകളോട് നമുക്ക് എത്ര സംസാരിച്ചാലും മതി വരില്ല. നമ്മുടെ റബ്ബിലേക്ക് നമുക്ക് പോകാൻ ഒരു മടിയും ഉണ്ടാവില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് മടി വരുന്നത്? അത് നമുക്ക് ഒരുപാട് ഇൽമില്ലാഞ്ഞിട്ടൊന്നുമല്ല. നമുക്ക് ബിലാൽ റളിയല്ലാഹു, അതായത് നമുക്ക് എത്ര ഇൽമാണുള്ളത്, നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം, ദീന് നമ്മൾ പഠിക്കണം. പക്ഷേ ഉള്ള ഇൽമിനെ കുറിച്ച് തന്നെ, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് അതിലൊന്നും ഒരു പെർഫെക്ഷൻ കുറവും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു റബ്ബിനെ നമ്മൾ അത്രയും സ്നേഹിക്കാനും നമ്മളുടെ നമസ്കാരങ്ങൾ നിലനിർത്താനും, അള്ളാഹു ഹിജാബിൻ്റെ കാര്യമാണെങ്കിലും ചില ആളുകൾ അത് അത്രയ്ക്ക് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, എന്തിനാണ് പർദ്ദ ഇടുന്നത്, എൻ്റെ ശരീരം മുഴുവനായിട്ട് മറയ്ക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നൂറിലും സൂറത്തുൽ അഹ്സാബിലും കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു വിശ്വാസിയായിട്ടുള്ള സ്ത്രീയുടെ വസ്ത്രധാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എടുക്കാതിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഉൾക്കൊള്ളാതിരിക്കുകയാണ്. അള്ളാഹു പറയുന്നതിനെ നമ്മൾ തള്ളുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയാണ് നമ്മൾക്ക് ഈ ഖുർആൻ കിട്ടിയത്. ത്രൂ ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വി ഗോട്ട് ദി ഖുർആൻ. സുബ്ഹാനല്ലാഹ്. ആ ഒരു വഹി വരുന്ന സമയത്ത് വഹിയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കിത് കിട്ടിയത്. റസൂലിൻ്റെ ചരിത്രം, ജനിച്ച് വളർന്ന മുതലുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ജനിക്കുമ്പോൾ ഉപ്പയില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്, എൻ്റെ കുട്ടിക്ക് ഞാനില്ലാതായാൽ എന്തായിരിക്കും എൻ്റെ കുട്ടിയുടെ അവസ്ഥ, ഉപ്പ ഇല്ലാതായാൽ എന്തായിരിക്കും എൻ്റെ കുട്ടിയുടെ അവസ്ഥ, ഉമ്മ ഇല്ലാതായാൽ എന്തായിരിക്കും എൻ്റെ കുട്ടിയുടെ അവസ്ഥ. ആലോചിക്കുമ്പോഴേ നമുക്ക് താങ്ങാൻ വയ്യ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായിട്ടാണ് ജനിച്ചത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേവലം ഒരു കഥ കേൾക്കുന്ന പോലെയല്ലാതെ ആ സ്ഥാനത്ത് നിന്നൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായിട്ട് ജനിച്ചു. ഉപ്പയില്ല, വളർത്താനും പരിപാലിക്കാനും കളിപ്പിക്കാനും ഒന്നും ഉപ്പയില്ല. 6 വയസ്സായപ്പോഴേക്കും മാതാവും വിട പറഞ്ഞു. അതിനുശേഷം വെല്ലുപ്പയാണ് അബ്ദുൽ മുത്തലിബ് ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അദ്ദേഹവും മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം അബൂ താലിബ്, അദ്ദേഹത്തിന് ദീനിൻ്റെ ഹിദായത്ത് പോലും കിട്ടാതെ മരണപ്പെട്ടു പോയത്. എല്ലാവർക്കും ഉപ്പയില്ലാത്ത കുട്ടിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട്, ഉമ്മയില്ലാത്ത കുട്ടിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്, മൂത്ത ഗ്രാൻഡ് ഫാദർ ഇല്ലാത്ത കുട്ടിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ
ഒരുവിധം മക്കളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കി. ഭാര്യ വഫാത്തായി, ഖദീജ റളിയല്ലാഹു അൻഹ. ഇതെല്ലാം ഇത്രയും എല്ലാവർക്കും മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്കിയപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും, നമ്മൾ ഇഷ്ടമാണ്, നമുക്ക് റസൂലിനെ ഒരുപാട് ഹുബ്ബാണെന്ന് പറയുന്ന സമയത്ത് റസൂല് ഇനി വഹി ഇറങ്ങുന്ന സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരുപാട് വേദന ഉണ്ടായിരുന്നു. ഏകദേശം 5 തരത്തിലുള്ള വഹിയാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ വഹി ഇറങ്ങുന്ന സമയത്ത് ഏത് തണുപ്പുള്ള രാത്രിയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടങ്ങളിൽ വേർപ്പ് കണങ്ങൾ വരുമായിരുന്നു, മുഖം ചുമന്ന് തുടിക്കുമായിരുന്നു. ഒരു ഒട്ടകത്തിൻ്റെ പുറത്തിരിക്കുമ്പോഴാണ് വഹി ഇറങ്ങിയതെങ്കിൽ ഒട്ടകത്തിൻ്റെ 4 കാലുകളും 4 ദിശയിലേക്ക് സ്പ്രെഡാകുമായിരുന്നു. ഹെവിനെസ് ഉണ്ടായിരുന്നു വഹിക്ക്. സുബ്ഹാനല്ലാഹ്. ഇത്രയും വേദന സഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് തന്ന ഖുർആൻ്റെ ഓരോ ആയത്തിൻ്റെയും എത്ര അർത്ഥങ്ങൾ നമുക്കറിയാം. അറിഞ്ഞ അർത്ഥങ്ങൾ തന്നെ നമ്മൾ എത്രത്തോളം പാലിക്കുന്നുണ്ട്. അള്ളാഹിനെ നമുക്കിഷ്ടമാണ്, അത് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ഇഷ്ടമാണ്. അള്ളാഹ് ഹക്കാണ്. റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. എൻ്റെ റദീതു ബില്ലാഹി റബ്ബ, എൻ്റെ റബ്ബായി ഞാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീന, എൻ്റെ ദീനായി ഞാൻ ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എൻ്റെ നബിയായി ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ മോർണിംഗ് ആൻഡ് ഈവനിങ് അദ്കാറിൽ പറയാറുള്ളതാണ്. പക്ഷേ ഇത് സത്യമാണോ? ആണെങ്കിൽ നമ്മളും നമ്മളുടെ മക്കൾക്കും നമ്മൾ ആദ്യം അത് കാണിച്ചു കൊടുക്കുകയും ദീൻ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുകയും നമ്മളുടെ മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കുകയും വേണം. ഇത് അള്ളാഹു നമ്മളെ അമാനത്തായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ സൃഷ്ടിക്കാൻ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു ഇവിടെ മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും തിരിച്ച് അള്ളാഹുലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നും പരലോകം സത്യമാണെന്നും എല്ലാം അറിയാവുന്നവരാണ് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കുക. മക്കളെ നമ്മൾ മ്യൂസിക്സും ഫിലിംസും മറ്റ് പല അൺവാണ്ടഡ് കാര്യങ്ങളാണ് കുട്ടികളുടെ മനസ്സിൽ കുത്തി നിറയ്ക്കുന്നതെങ്കിൽ അവരങ്ങനെയാണ് ആയി മാറുക. ഒരു ഫിലിം എന്താണത് പഠിപ്പിക്കുന്നത്? മെയിൻലി ഒരു ഫിലിമിൻ്റെ ഒരു ബോയ് ആൻഡ് ഗേൾ, ഒരു എന്താ പറയുക, ഹറാമായിട്ടുള്ള റിലേഷൻഷിപ്സ്, അതല്ലെങ്കിൽ അതിലത്തെ ഹീറോസ് സ്മോക്ക് ചെയ്യുന്നത്, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത്, ഇതിവർ കാണുന്നു. ഇതെല്ലാം ശരിയാണെന്നാണ് കുട്ടികൾ വിചാരിക്കുന്നത്. ഒരു സ്ഥലത്ത് ഖുർആനും മറ്റൊരു സ്ഥലത്ത് നമ്മൾ മ്യൂസിക്കും ഫിലിമും കൊടുത്തിട്ട് കാര്യമില്ല. അവരതാണ് ഫോളോ ചെയ്യുക. നാളെ നമ്മുടെ കുടുംബങ്ങളിൽ ദുരന്തങ്ങൾ വന്നു വീഴുമ്പോഴാണ് നമ്മൾ അള്ളാഹ് എന്ന് വിളിക്കുക. പക്ഷേ നമ്മൾ ചെയ്തു വെച്ചതായിരുന്നു അത്, നമ്മൾ വിതച്ചതാണ് നമ്മൾ കൊയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളുടെ ഈ ഒരു പ്രായത്തിൽ ഖുർആൻ അവർ നോക്കി ഓതാൻ പഠിച്ചു. ഇനി അവരിലേക്ക് ഖുർആൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ കൊടുക്കണം. അള്ളാഹു അതിനുള്ളൊരു തൗഫീക്കും വിവേകവും ഒരു ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുന്ന മാതാപിതാക്കളായി നിങ്ങളെയും എന്നെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. നമ്മളുടെ ഈ ഒരു ദീനെന്ന് പറയുന്നത് നമുക്ക് എവിടെയും ആക്സെപ്റ്റ് ചെയ്യാനോ ഉൾക്കൊള്ളാനോ പറ്റാത്തൊരു കാര്യവുമില്ല. ഇത് പ്രകൃതിയുടെ മതമാണ്, ഇത് സമാധാനത്തിൻ്റെ മതമാണ്, ഇത് തീവ്രവാദമല്ല. തീവ്രവാദമായിട്ട് സമൂഹം ചിത്രീകരിക്കുമ്പോഴും അത് അല്ല എന്ന് നമ്മൾ ആവർത്തിച്ച് ഖുർആൻ പഠിക്കുമ്പോൾ നമ്മൾ പറയും, നമ്മളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നമ്മൾ പറയും, അല്ല, ഇസ്ലാം സത്യമാണ്, ഇസ്ലാം സമാധാനമാണ്. അതറിയാത്തത് കൊണ്ട് മാത്രമാണ് അതിന് ഓപ്പോസിറ്റായിട്ടുള്ള പല ചിത്രീകരണങ്ങളും വരുന്നത്. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളെയും ഞാൻ വീണ്ടും ഈ ഒരു ഖുർആനിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അതിനു മുമ്പായി ഈ ഒരു നാദറത്തുൽ ഖുർആൻ ഗ്രാജുവേഷൻ സെറിമണിക്ക് വേണ്ടി ഈ ഒരു നാദറത്തുൽ ഖുർആൻ എന്ന് പറയുന്ന സെക്ഷൻ തന്നെ നമ്മുടെ റെസ്പെക്റ്റഡ് അൽ ഹാഫിദ് ഇർഷാദ് മുഅല്ലിമാണ് ഈ ഒരു സെക്ഷന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ സപ്പോർട്ടുകൾക്കും ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. അതേപോലെ തന്നെ ഇത് വെർച്വൽ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റ് മെമ്പേഴ്സ് ആൻഡ് ഓൾ ദി സ്റ്റാഫ് മെമ്പേഴ്സ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി അത്രയും അഹോരാത്രം അവർ പണിയെടുത്തിട്ടുണ്ട്. അള്ളാഹു ഞങ്ങളിൽ നിന്നിത് സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഈ ഒരു സുദിനത്തിൽ ഈ ഒരു 2 വർഷം കഠിനാധ്വാനം ചെയ്ത ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും എഫേർട്സും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.